വ്ളോഗ്സ്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ എണീറ്റു. ഇപ്പം സമയം 4:10 കേട്ടോ. എണീറ്റ് അപ്പം തന്നെ ഞാൻ AC ഓഫ് ചെയ്തു. ഒരാളിത് അവിടെ കിടക്കുന്നുണ്ട്, എണീറ്റിട്ടില്ല. ഞാൻ എന്നിട്ട് ഫസ്റ്റ് മുടിയൊക്കെ കെട്ടഴിച്ച് ഒന്ന് മാറ്റിക്കെട്ടും നേരെ പോയി ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാമല്ലേ. കുറച്ചായില്ലേ നമ്മൾ കാര്യമായി നല്ല രീതിയിലൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് കുറേ ആയി. അപ്പം ഞാൻ എന്തായാലും കിച്ചണിലോട്ട് പോട്ടെ. ഇത്ര രാവിലെ എണീറ്റത് എന്തിനാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ആശിക്ക് രാവിലെ ഇപ്പം 6 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ഇവിടുന്ന് 5 മണിക്ക് പോവും. അതുകൊണ്ട് നേരത്തെ എണീറ്റു. അങ്ങനെ ഇതാ കിച്ചണിൽ പോയി ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വയ്ക്കാം. ഞാൻ ഇടയ്ക്ക് കോഫിയാണ് കേട്ടോ കുടിക്കാറ്. ഇടയ്ക്ക് എനിക്ക് ചായനോടൊരു മടുപ്പ് വരും. അപ്പം ഞാൻ കോഫി കുടിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോഫി ആയിരുന്നു. ഇന്നിപ്പോൾ ചായ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും അശിക്കും കൂടിയാണ് ചായ ഇട്ടത്. ഞാൻ കുറേ ഒന്നും കുടിക്കില്ല, കുറച്ചേ കുടിക്കൂ കേട്ടോ. ഒരു കപ്പിന് കുറച്ച് ഫുള്ളൊന്നും കുടിക്കില്ല. അപ്പോൾ അതാ എനിക്കും അശിക്കും കൂടെ ചായയൊക്കെ ഇട്ടു. ചായ റെഡിയായി. അശി വരുമ്പോഴത്തേക്കും ഇത് തണുത്തോളും. ചൂടോടെ ചായ കുടിക്കില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന ചൂടിൽ കുടിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അശിക്ക് അതും പറ്റില്ല. അശിക്ക് നല്ല തണിഞ്ഞ് ചായ കിട്ടണം. അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി ഫസ്റ്റ് ചായ അവിടെ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. എള്ളാണ് കേട്ടോ ഇടുന്നത്. അമ്മയാണ് ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ അതൊക്കെ പരത്തി സെറ്റാക്കി തരും. പത്തിരിയൊക്കെ ഇനി ഞാനത് ചുട്ടെടുക്കണം. അതാണ് എൻ്റെ പണി. ഞാനാണെങ്കിൽ പത്തിരി ഇങ്ങനെ ഡയറക്റ്റ് ഇടില്ല കേട്ടോ. ഞാൻ ആ ചട്ടകത്തിൽ വെച്ചിട്ടാണ് ഇടാറ്. കാരണം ഒരു അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാണിപ്പോൾ. പണ്ട് കുറേ മുന്നേ, കല്യാണത്തിനൊക്കെ കുറേ മുന്നേ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും കൂടെ കട്ട്ലറ്റ് ഉണ്ടാക്കി. അപ്പോൾ അമ്മേനെ സഹായിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ഇടാമെന്നും പറഞ്ഞിട്ട് കട്ട്ലറ്റിനെ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അത് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് അവിടെ നിന്നായിരുന്നു. നേരെ കൊണ്ടുപോയി വിരലും കൂടെ കുത്തി കൊടുത്തു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഫുൾ ടൈം എൻ്റെ കൈ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ഡയറക്റ്റ് ഇടാനിപ്പം ഭയങ്കര പേടിയാണ്. അപ്പോൾ അധികവും ഞാനിങ്ങനെ എന്താണെങ്കിലും ചട്ടത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടാറ്. അങ്ങനെ പത്തിരിക്കയായി. അശിക്കുള്ളതൊക്കെ എടുത്ത് വെച്ചു. അശി കൊണ്ടുപോകാറാണ് കേട്ടോ പതിവ്. ഇവിടുന്ന് കഴിക്കാൻ ടൈമില്ല എന്ന് പറയും. പിന്നെ അതുമല്ല ഇത്ര നേരത്തെ കഴിക്കാൻ നമുക്കങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അധികം ഒന്നും കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് കൊണ്ടുപോകാറാണ് പതിവ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു കാലിച്ചായ കുടിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് ഉണ്ടെങ്കിൽ ഒരു മുട്ട 2 മുട്ടയൊക്കെ ഇടയ്ക്ക് പുഴുങ്ങി കൊടുക്കും. ഇനിയിപ്പോൾ അതൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ അശി പോയി. ഇനി ഞാൻ ബാക്കിയും കൂടെ ചുട്ട് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആ പണി ഇവിടെ കഴിയുമല്ലോ. അപ്പോൾ പത്തിരിയൊക്കെ അമ്മ അവിടെ ആക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയും കൂടെ ചുട്ടു. അതിനിടയ്ക്ക് ഞാനും 2 എടുത്ത് കഴിച്ചു കേട്ടോ. എന്നിട്ട് നേരെ റൂമിലേക്ക് പോയി. രാവിലെ അശിക്ക് ഉണ്ടാക്കുമ്പോൾ ഞാനും ലൈറ്റായിട്ട് കഴിക്കും. ഇല്ലെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ ഒരു വിശപ്പാണ്. അതുകൊണ്ട് ഞാനും ലൈറ്റായിട്ട് കഴിച്ചിട്ടേ പിന്നെ കിടക്കാറുള്ളൂ. പിന്നെ അശി ഒരു 5-5:15 ആകുമ്പോഴത്തേക്കും അശി ഇറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ കുറേ സമയം ഞാൻ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങും. എന്നിട്ടിതാ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എണീക്കും. കുറച്ച് കഴിയുമ്പോൾ അല്ല, കുറേ കഴിയുമ്പോഴാണ് കേട്ടോ. കുറച്ച് ലേറ്റാവും കഴിച്ചിട്ടൊക്കെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ എണീറ്റു. ഇനി നേരെ പോയി കുളിക്കണം. ഇവിടെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് കുളിക്കാൻ ഇത്തിരി മടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ കുളി അവിടെ കഴിഞ്ഞു. സമാധാനമായി. ഇനിയിപ്പോൾ ഞാനേ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്ത കാറ്റിങ്ങനെ അടിക്കും. അപ്പോൾ ഞാൻ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് വന്നത് തണുത്തിട്ട്. അപ്പോൾ അതാ ഞാൻ സ്കിൻ കെയറിലോട്ട് കിടക്കുകയാണേ. നമ്മളൊരു ഡെയിലി വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ. അപ്പോൾ അതാ എൻ്റെ സ്കിൻ കെയറിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ തന്നെ ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുറേ ആയിട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ആദ്യം ഞാൻ 2 വാക്ക് പറയാം, അധികം നീണ്ടുപോയില്ല. അപ്പോൾ ഈ ഒരു ആപ്പ് ക്യൂർ സ്കിൻ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി വരും. പേര്, ഏജ്, ജെൻഡർ, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്നാണ് ചോദിക്കുക. അത് സ്കിൻ റിലേറ്റഡ് ആണോ ഹെയർ റിലേറ്റഡ് ആണോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചാറ്റ് ചെയ്യാനൊരു പേജിലോട്ട് പോകും. ഇവിടെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ അവർ ചോദിക്കും. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മുടെ സ്കിൻ ഇഷ്യൂ ആണെങ്കിൽ നമ്മുടെ
ഇപ്പം ഞാൻ സ്കിൻ ഇഷ്യൂ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫ്രണ്ട് ഫേസും ഒരു സൈഡ് ഫേസും ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും. ഫോട്ടോ നമ്മൾ എടുത്തു കൊടുക്കാൻ പറയും. അപ്പോൾ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഗൂഢമായി നിരീക്ഷിച്ച് അതിനൊടുവിലാണ് നമുക്കിതാ ഇതുപോലൊരു കിറ്റ് ഉണ്ടാക്കി ഇങ്ങോട്ട് തരുന്നത്. ആ കിറ്റ് നമ്മളിങ്ങോട്ട് 2 കൈ നീട്ടി സ്വീകരിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എനിക്ക് ഇതിൽ 4 സാധനങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് വൺ ഈ ഒരു ഫേസ് വാഷാണ്. ഇത് രാവിലെയും രാത്രി ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് മുഖം കഴുകുന്നത്. ജസ്റ്റ് ഒരു പമ്പേ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് എന്തൊരു മസാജൊക്കെ കൊടുത്ത് നല്ലോണം ഉരച്ച് തേച്ച് കഴുകുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഈ ഒരു സൺസ്ക്രീൻ. ഇത് മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്. SPF 30 PA+++, 3+ ആണ്. അപ്പോൾ ഇതും ഒരു പീ സൈസിൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ പോലെയൊന്നുമല്ല, ജസ്റ്റ് ഒരു പീ സൈസിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ, ഫേസിൽ, നെക്കിൽ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാവിലെ എനിക്ക് ഈ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫേസ് വാഷ് ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. രാവിലത്തെ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു. ഫേസ് വാഷ് ചെയ്തു, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഇനി വരുന്നത് രാത്രിയാണ്. രാത്രി എനിക്ക് 2 പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ്. ഇതാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ്. ഇതും സൺസ്ക്രീൻ പോലെ തന്നെ ജസ്റ്റ് ഒരു പീ സൈസിൽ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഫേസിലും നെക്കിലും ഒക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം. ഇതാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാനുള്ളത്. അത് എനിക്ക് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ്. 3 days ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണെങ്കിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനും പാടില്ല. ഇത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ആക്നെ മാർക്സും പിമ്പിൾസ് കെയർസും പിന്നെ ഓപ്പൺ പോഴ്സ് മാർക്സ് അങ്ങനത്തെ ഏരിയാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ്. ബട്ട് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു കിറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഈ ഒരു 4 പ്രോഡക്റ്റ്സ് അപ് ടു 3 months വരെ നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനാകെ വരുന്നത് 1499 ആണ്. ഈ ഒരു റേഞ്ചിൽ ഇത്രയും സാധനങ്ങൾ അതും 3 months വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടുന്നത് എനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഡോക്ടർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ നമുക്ക് നല്ലൊരു ഡയറ്റും ഒരു ദിവസം ഒരാൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, അതൊക്കെ നമ്മൾ ഇത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിലും വെള്ളത്തിലും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരും. പിന്നെ മന്ത്ലി ചെക്കപ്പ് ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞാലും അവർ നമ്മളെ ഓർമ്മിപ്പിക്കും. പിന്നെ ഇതിലുള്ളതൊക്കെ 100% സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡെർമറ്റോളജിസ്റ്റും ഒക്കെയാണ്. അതും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ, സ്കിൻ റിലേറ്റഡോ ഹെയർ റിലേറ്റഡോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറക്കണ്ട ക്യൂർ സ്കിൻ. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് D100 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ എന്തായാലും പെട്ടെന്ന് പോട്ടെ കേട്ടോ. ഇന്ന് 10 ആണല്ലോ, പെട്ടെന്ന് പോയി കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം കാണാം. ഇന്ന് വേറെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോകാനുണ്ട്. പുറത്തുനിന്ന് പറഞ്ഞാൽ അശ്വിൻ്റെ അടുത്തേക്കാണ് പോകാനുള്ളത്. അവിടെ എന്തോ ഇവൻറ്റ് നടക്കുന്നുണ്ട്, റേസിങ്. അപ്പോൾ റേസിങ് കാണാൻ പോകണം. ഓക്കെ, കമോൺ. അങ്ങനെ നേരെ കിച്ചണിലോട്ട് പോയി. ഞാൻ ആദ്യം നോക്കുന്നത് അമ്മ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നാണ്. എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി, കറിയും ഉപ്പേരിയും ഉച്ചക്കത്തേക്കുള്ള ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ അമ്മേൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നമ്മൾ കുറേ ഇല്ലേ ചമ്മന്തിയും ചോറൊക്കെ ഉണ്ടാക്കിയിട്ട്, എനിക്ക് മുളക് ചുട്ടരച്ച് പച്ചമാങ്ങയൊക്കെ കൂട്ടി അരയ്ക്കുന്ന ചമ്മന്തിയും ചോറൊക്കെ ഇഷ്ടമാണ്, അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ചെറുപയറും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ ഞാൻ അന്ന് ഉണ്ടാക്കേണ്ടിയിട്ട് പറഞ്ഞു ഒന്നല്ല, വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു നമുക്കൊരു ദിവസം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ എണീറ്റ് വന്നപ്പോഴാണെങ്കിൽ അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയറും ചമ്മന്തിയും അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കണം.
പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അമ്മ അവിടെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെന്തായാലും ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പേരി അവിടെ ആക്കി വെച്ചിട്ടില്ല, അവിടെ നിന്ന് ആവുന്നുണ്ട്. അതിനിടയ്ക്ക് അച്ഛൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. ഇന്ന് ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അതൊക്കെ ഒരു വഴിക്ക് ആക്കുകയാണ്. കല്ലുപ്പൊക്കെ കട്ട് ചെയ്ത് അതിലിട്ട് വെച്ചു. പിന്നെ ഇതാ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്ന് ഓരോ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ്. കുറേ ഫ്രിഡ്ജിൽ കയറ്റി, കുറേ പുറത്ത് വെക്കേണ്ടതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ട് മുടി ഉണങ്ങിയിട്ടൊന്നുമില്ല, അപ്പോൾ കെട്ടി വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ അപ്പോഴേക്കും ഉപ്പേരിയൊക്കെ ആയി, അതൊരു ബൗളിലേക്ക് മാറ്റി. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് പരിപാടിയുണ്ട്. ഇവിടെ ചേച്ചിയും ഏട്ടനും മോനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഉച്ചയ്ക്ക് ശേഷം പുറത്ത് വന്നത് അശ്വിൻ്റെ അടുത്തേക്ക് റേസിംഗ് കാണാൻ പോകുന്നത്. പിന്നെ അതാ ഞാൻ നേരെ പോയി എൻ്റെ മുടിയുടെ കുടുക്കൊക്കെ ഒന്ന് പോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, മുടി കൊഴിച്ചിലുണ്ടോ, ഇവിടുത്തെ വെള്ളം എങ്ങനെയെന്നൊക്കെ. മുടി കുറേയൊക്കെ നിന്നതായിരുന്നു, ബട്ട് ഇപ്പോൾ പെട്ടെന്ന് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നമാണോ എന്തോ അറിയില്ല. പിന്നെയും മുടി നല്ലോണം കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ ഭയങ്കര പേടിയാവുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ മുടിയൊക്കെ കെട്ടിവെച്ചു മീൻസ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കിയിട്ടതൊക്കെ ആറിയിടാനുണ്ടായിരുന്നു. അത് ഇടാൻ പോയപ്പോഴാണ് കുറേ ഉണങ്ങിയതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് കാണുമ്പോൾ ചെടിക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. എനിക്കിതിങ്ങനെ പമ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെള്ളം അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ നേരെ റൂമിലേക്ക് പോയി. കുറച്ച് സമയം റൂമിൽ ഇരുന്ന് ഫോണിലൊക്കെ നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും അമ്മ വിളിച്ചു കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. ഇന്ന് ചോറ് കഴിക്കാൻ നല്ല ഉഷാറായിരുന്നു, കാരണം ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തു, ചോറൊക്കെ കഴിച്ചു. എന്നിട്ട് അപ്പോഴേക്കും അശ്വ അവിടെ നിന്ന് വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇറങ്ങിയില്ലേ, സമയം കുറേയായി, ലേറ്റായി, അതായതാന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചീത്തൊക്കെ കേട്ടു. അങ്ങനെ ഇതാ പെട്ടെന്ന് റെഡിയാവാൻ പോവുകയാണ്. ഞാനാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷനിലായിരുന്നു, ഏത് ഡ്രസ്സ് ഇടും. അപ്പോൾ ഒടുക്കത്തെ തണുപ്പാണ്, ഉച്ചയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തണുത്ത് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജാക്കറ്റൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് റെഡിയാവാൻ വിചാരിച്ചു. എല്ലാവരും റെഡിയാവാണ്. അപ്പോൾ തണുപ്പാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സൺസ്ക്രീനൊക്കെ മുഖ്യമാണല്ലോ. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ടു. പിന്നെ അങ്ങനെ ഭയങ്കര മേക്കപ്പൊന്നും ചെയ്യുന്നില്ല കേട്ടോ, അതിനൊന്നുമുള്ള സമയമൊന്നുമില്ല. ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ചെറുതായിട്ട് കോമ്പാക്റ്റൊക്കെ ഇട്ടു. ഞാൻ അധികം അങ്ങനെ മേക്കപ്പൊന്നും ഇടാറില്ല കേട്ടോ. മേക്കപ്പ് മീൻസ് ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് അങ്ങനത്തെ സിമ്പിൾ ആയിട്ട് കോമ്പാക്റ്റ് ഇടും, കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, അത്ര മാത്രമേ അധികം ചെയ്യാറുള്ളൂ. പിന്നെ അങ്ങനെ എന്തെങ്കിലും പാർട്ടിക്കോ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരുപാട് പേര് ചോദിക്കുന്ന ഷെയ്ഡാണ്. ഇത് ലോറൽ പാരീസിൻ്റെ ഷെയ്ഡ് നമ്പർ 230 ആണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി, മുടിയൊക്കെ കെട്ടിവെച്ചു. മുടി ഇങ്ങനെ കെട്ടിവെച്ചത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരിക്കലല്ല, ഇനി 2-3 വട്ടം ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഒടുക്കത്തെ കാറ്റാണ്, മുടി നിൽക്കത്തേ ഇല്ല. അതുകൊണ്ട് കെട്ടിയൊക്കെ ഒതുക്കി വെച്ചു. ജാക്കറ്റും തൊപ്പിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾ സെറ്റ്. അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ്. മിസ്റ്റർ അശ്വിൻ. ലുസയിൽ എത്തിയ കഥയൊന്നും പറയണ്ട, അതൊക്കെ വലിയൊരു കോമഡി കഥയാണ്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതാ നേരെ നമ്മൾ സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് അശ്വി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാ 360യിലാണ്. ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പോൾ അത് അവിടെ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ ഉള്ള ഇതായിരുന്നു കേട്ടോ. ഇതൊക്കെ അശ്വി എടുത്തു വെച്ച വീഡിയോ ആണ്. റേസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് വേഗം വരണേ, 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, അപ്പോഴേക്കും എത്തണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ബട്ട് ഞങ്ങൾ എത്തുമ്പോഴേക്കും 3 മണി 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എപ്പോഴോ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയത് അതിലും വലിയൊരു കഥയാണ്. ഗൂഗിൾ നോക്കി വന്ന് കറങ്ങി എത്തുന്നതൊക്കെ ഒരു സ്ഥലത്ത്, അവിടെയാണെങ്കിൽ റോഡ് ക്ലോസ്ഡും. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടതാണ്. പിന്നെ നേരെ പോയി പിസ്സ കഴിക്കാൻ അവിടെ ഓർഡർ ചെയ്തിരിക്കുന്ന സമയത്ത് ഇതാ ബാൻഡൊക്കെ പോകുന്നുണ്ട്, ചെറിയ ബാൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മാ അവിടെ പോയി വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഇതാ നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട്. അശ്വിയാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പാവൊന്നും കഴിക്കാതെ. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് ചോറൊക്കെ അടിച്ച് മാറി വന്നതാണ്. അപ്പോൾ അതാ പിസ്സയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് ഭയങ്കര തിന്നാണ് കേട്ടോ, തീരെ കട്ടിയില്ലായിരുന്നു. അങ്ങനെ പിസ്സ ഒക്കെ കഴിച്ച്
പിന്നെ ഞങ്ങളിങ്ങനെ ചുമ്മാ ഒരു നടത്തത്തിനൊക്കെ ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചുറ്റി നടക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയും കൂട്ടി പോവായിരുന്നു. അപ്പോഴാണ് ഇത് കാണുന്നത്. ഇത് ചുമ്മാ ഒരു സ്ലോ മോഷൻ വീഡിയോ അവർ എടുത്തു തരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനും അവിടെ പോയി നിന്നു, ഞാനും വീഡിയോ എടുത്തു. എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവിടെ പോയി നിന്നു, എന്തോ കാണിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. മടി മീൻസ് കുറച്ച് ഷൈ ടൈപ്പാണ്. ബട്ട് അശ്വി കൂടെ ഉണ്ടെങ്കിൽ എന്നെ ഉന്തി പറഞ്ഞേക്കും, അങ്ങനെ മാറി നിൽക്കരുത്, എല്ലാം ചെയ്യണം, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് എന്നെ ഉന്തി പറഞ്ഞേക്കും. ഞാൻ പോയില്ലെങ്കിൽ പിന്നെ അതിനായിരിക്കും ദേഷ്യം. അങ്ങനെ അതൊക്കെ എടുത്തു. എനിക്ക് അവർ എയർ ഡ്രോപ്പ് ചെയ്ത് തന്നു. വീഡിയോ കൊള്ളായിരുന്നു കേട്ടോ, നൈസാണ്. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ മാജിക്ക് നടക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ മാജിക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ മാജിക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ജോക്കറിനെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട ഒരാൾ വരുന്നു. നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ എക്സ്പ്രഷൻസും ഒരു കളിയൊക്കെ കാണാനായിട്ട്. അങ്ങനെ എനിക്ക് വീഡിയോയിൽ പോസ് ചെയ്തിട്ടൊക്കെ തന്നു. കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണെങ്കിൽ ഇവിടെ ലൈവ് മ്യൂസിക്കൊക്കെ നടക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ നമുക്ക് ഇരുന്നും കിടന്നും നിന്നും എങ്ങനെ വേണേൽ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കുറേ പേര് അവിടെ കിടന്നിട്ടൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളവിടെ കുറച്ച് സമയം നിന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പാഡക്കിലേക്ക് പോവുകയാണ്. അശീൻ്റെ ഓഫീസും ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ള ഈ റേസിങ്ങിൻ്റെ ഒക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം ഇതാണെന്ന് തോന്നുന്നു. അതായത് വണ്ടീൻ്റെയും അങ്ങനത്തെ ഒക്കെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഇതിനെപ്പറ്റി. പിന്നെ അവിടെ നിന്ന് ഫാൽക്കണ് കയ്യിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞ് പോയി. ബട്ട് നോക്കിയപ്പോഴാണെങ്കിൽ അത് വെക്കാൻ പറ്റില്ല, പുതിയതാണ്, ചിലപ്പം മാന്തും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പം ഞാൻ വെച്ചില്ല, ജസ്റ്റ് അവിടെ നിന്നൊരു വീഡിയോ എടുത്തു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ സൂര്യനോ പുഴുവോ എന്നൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ കളിച്ചിരുന്ന ഒരു പുല്ലില്ലേ, അതാണിത് കേട്ടോ. പണ്ട് നാട്ടിൽ നിന്ന് എപ്പോഴും പറിച്ചുകൊണ്ട് നടക്കുന്നൊരു സംഭവമല്ലേ. നിങ്ങളങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കുറേ കാര്യങ്ങളൊക്കെ ചുറ്റി നടന്ന് കണ്ടു, കുറേ വീഡിയോസൊക്കെ എടുത്തു, ഹാപ്പിയായി. പിന്നെ അശ്വി വന്നിട്ടില്ല. അശ്വിക്ക് 6 മണി വരെയാണ് ഡ്യൂട്ടി. ഞങ്ങളവിടെ നിന്നൊരു 5-5:15 എപ്പോഴാണെന്ന് തോന്നുന്നു ഇറങ്ങിയത്. അങ്ങനെ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇനി ചായയൊക്കെ കുടിക്കണം. പുറകിൽ തന്നെ അശ്വിയും വരുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുമിച്ച് വരായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.